ബബ്ബ എന്ന് പറയുന്ന പടം നമ്മളെ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് മുമ്പേ അനൗൺസ് ചെയ്ത സിനിമയാണ്. അത് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ അത് 18-ാം തീയതി റിലീസിൽ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. പക്ഷേ ദിലീപ് ഏട്ടൻ്റെ ഒരു വലിയ കുരുക്കി ഇട്ടിരുന്ന ആ കുരുക്ക് കഴിഞ്ഞ ഒരു സമയമാണ്. ആ ടൈമിലാണ് ഈ ബബ്ബ റിലീസ് ഈ സംഭവങ്ങളെല്ലാം കൊണ്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഒരുപാട് വിമർശനങ്ങളും കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിലീപ് ഏട്ടൻ്റെ സിനിമ അടക്കം ആരും കാണത്തില്ല, ദിലീപിൻ്റെ സിനിമകൾ മൊത്തം നമ്മൾ ബഹിഷ്കരിക്കും, ദിലീപിന് നീതിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഉള്ള അണ്ണാക്കിലടിയായിട്ടാണ് ഇന്ന് നടന്ന പ്രീസെയിൽ എന്ന് വെച്ചാൽ ദിലീപിൻ്റെ സിനിമ നിങ്ങൾ കാണത്തില്ല എന്ന് പറഞ്ഞ ആ സിനിമയെ തന്നെ 2 കോടിക്ക് മേലിൽ പ്രീസെയിൽ കയറിയിട്ടുണ്ട്. നാളത്തെ ഒരു ദിവസവും കൂടെ നിൽക്കുമ്പോഴത്തേക്ക് കത്തുന്നുണ്ട്. ഈ IFFKയുടെ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രം ട്രിവാൻഡ്രത്ത് നമുക്ക് പ്രീസെയിലിൽ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ ഈ ട്രിവാൻഡ്രത്തിനാണ് ഒരുപാട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. അവരെ അണ്ണാക്കിലടിച്ചതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് നിന്നും കത്തിയെങ്കിൽ ഇപ്പം ഉള്ള ലിമിറ്റഡ് സ്ക്രീന് പോലും ഫുള്ളാണ്. ഇനി വെള്ളി ശനി ഞായർ ആൾറെഡി ബബ്ബ ഫുള്ളാണ്. ഇത് ദിലീപ് ഏട്ടൻ്റെ പെർഫെക്റ്റ് കംബാക്കാണ്. ഇത് വനവാസം കഴിഞ്ഞ ഒരു പട്ടാഭിഷേകം ഉണ്ടല്ലോ, അതാണ് കാണാൻ പോണത്. ഹാറ്റേഴ്സിൻ്റെ അടുത്ത് ഒന്നും പറയില്ല, കാരണം നിങ്ങൾ മാക്സിമം എതിർക്കണം. മാക്സിമം എതിർത്താലേ നമുക്ക് അത്രയും ലെവലിൽ ഹൈപ്പ് കൊണ്ടുവന്ന് അത്രയും ലെവലിൽ ദിലീപ് ഏട്ടന് തിരിച്ചു വരാൻ പറ്റുള്ളൂ. കാരണം ഗോളിയുള്ള പോസ്റ്റിലല്ലേ അടിക്കാൻ പറ്റുള്ളൂ, ഇല്ലാത്ത പോസ്റ്റിൽ അടിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് എവിടെ കൊള്ളണമെന്നുള്ളവരിപ്പം വീട്ടിലിരിക്കുന്നവരും പുറത്തിറങ്ങിയിരിക്കുന്നവരും, കാരണം പബ്ലിസിറ്റി ഇല്ലാത്തവർക്ക് പോലും പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ഫാക്ടറാണ് ഈ ദിലീപ് ഏട്ടൻ്റെ ഈ വിഷയം. അതുകൊണ്ട് മാക്സിമം എടുത്തിട്ട് കൊടുക്കണം. അത് നമുക്ക് സിനിമയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രചോദനം കിട്ടിയത്.